ശശി തരൂരിൻ്റെ PAയുടെ സ്വർണ്ണക്കള്ളക്കടത്തുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നം. 1/2 കിലോ സ്വർണം അദ്ദേഹവുമായിട്ട് ഇടപാട് നടത്തുന്ന സന്ദർഭത്തിൽ കസ്റ്റംസ് പിടിച്ചിരിക്കുകയാണ്. കള്ളക്കടത്ത് ഇന്ത്യയുടെ വിവിധ മേഖലയിൽ, പ്രത്യേകിച്ച് എയർപോർട്ടുകളുമായിട്ട് കേന്ദ്രീകരിച്ച് നടന്നു വരികയാണ്. യഥാർത്ഥത്തിൽ ശശി തരൂർ MPയുടെ പാസ് ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ജീവനക്കാരൻ ശിവകുമാർ പ്രസാദ് എയർപോർട്ടിലേക്ക് കടക്കുകയും ഇത്തരത്തിൽ 1/2 കിലോ സ്വർണവുമായി ബന്ധപ്പെട്ട് പിടിക്കപ്പെടുകയും ചെയ്തിട്ടുള്ളത്. പക്ഷേ അത് കേരളത്തിലെ മാധ്യമങ്ങൾക്ക് ഒരു പ്രധാനപ്പെട്ട വാർത്തയേ ആയിട്ടില്ല. അതിനെ ഗൗരവപൂർവ്വം പ്രതികരിക്കാനും തയ്യാറായിട്ടില്ല. അതാണ് നമ്മുടെ കേരളത്തിലെ വാർത്താ മാധ്യമങ്ങളുടെ ഒരു നിലപാട്. ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരായിട്ടും അതുപോലെ തന്നെ മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ മകൾക്കുമെതിരായി നിരവധിയായ ആരോപണങ്ങളാണ് ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഓരോന്നോരോന്ന് കോടതി, താഴെക്കോടതി, ഹൈക്കോടതി എല്ലാം തള്ളിക്കളഞ്ഞാലും അപവാദ പ്രചരണങ്ങൾ പുതുതായി രൂപപ്പെടുത്തി കൊണ്ടുവരുന്നതിൽ ചിലർ ഗവേഷണ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കമല ഇൻ്റർനാഷണലിനെ സംബന്ധിച്ച് മുമ്പ് ഒരു വലിയ വാർത്ത ഉണ്ടായതാണ്. ഇപ്പോൾ അതിനെ സംബന്ധിച്ച് മിണ്ടാട്ടമില്ല. ലാവ്ലിൻ കേസുമായി ബന്ധപ്പെട്ട് പിണറായി വിജയനെ കോടതി തന്നെ കുറ്റവിമുക്തമാക്കുന്ന നിലയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പീലുമായി പോയി CBI പുതിയ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ മാത്രമേ ഈ കേസ് കേൾക്കേണ്ടതുള്ളൂ എന്ന മുന്നറിയിപ്പ് ഇപ്രാവശ്യം സുപ്രീം കോടതി തന്നെ മുന്നോട്ടേക്ക് വെച്ചിരിക്കുകയാണ്. ബിരിയാണി ചെമ്പിൽ സ്വർണം കള്ളക്കടത്ത്, കൈതോല പായിൽ കെട്ടിയ പണം, എല്ലാവർക്കും അറിയുന്ന നട്ടാൽ കുറുക്കാത്ത മുണ കേരളീയ സമൂഹത്തിൽ ചില ആളുകൾ പറയാനും ചില ആളുകൾ അത് പ്രചരിപ്പിക്കാനും ചില മാധ്യമങ്ങൾ അത് ഏറ്റെടുക്കാനും ഉണ്ടായിരുന്നു എന്നുള്ള സത്യം. ഈ സന്ദർഭത്തിലാണ് ഷോൺ ജോർജിൻ്റെ ആരോപണവും വരുന്നത്. എക്സലോജിക് കമ്പനിയുമായി ബന്ധപ്പെട്ട ആരോപണ പരമ്പര മാധ്യമങ്ങളും UDFും BJPയും ഒരേപോലെ കേരളത്തിൽ പ്രചരിപ്പിച്ചിട്ടുള്ളതാണ്. മാത്യു കുഴനാടനും ഇതുപോലുള്ള നിരവധിയായ കളവുകൾ മുന്നോട്ടേക്ക് വെച്ച അവസാനം കോടതിയിൽ നിന്ന് പ്രഹരമേറ്റ് ഒരു മൂലക്ക് ഇരിക്കുകയാണ്. അദ്ദേഹത്തെ കോടതിയുടെ പരാമർശത്തോടെ ജനങ്ങളുടെ മുമ്പിൽ അവകാശമാക്കുന്ന നിലയാണ് ഉണ്ടായത്. എന്താണിതിലെ യഥാർത്ഥ സ്ഥിതിയെന്ന് മനസ്സിലാക്കാതെ കാര്യങ്ങൾ അവതരിപ്പിച്ച് വാർത്തയാക്കുന്ന സ്ഥിതി കേരളത്തിലെ UDFിൻ്റെയും BJPയുടെയും ഒപ്പം നിൽക്കുന്ന മാധ്യമങ്ങളുടെയും ഒരു സ്ഥിരം ഏർപ്പാടായിട്ട് വരികയാണ്. ഇവിടെ വളരെ ഗൗരവത്തിലുള്ള ഒരു പ്രശ്നം 2011 രജിസ്റ്റർ ചെയ്ത ലണ്ടൻ, ഇറ്റലി, ജർമ്മൻ തുടങ്ങിയ രാജ്യങ്ങളിലെല്ലാം പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയാണ് എക്സലോജിക് കൺസൾട്ടിംഗ് എന്ന കമ്പനി. ഇങ്ങനെയുള്ളൊരു കമ്പനി ഉണ്ട് എന്നുള്ളത് ശരിയാണ്. കമ്പനി അവിടെ ഉണ്ട് എന്നുള്ളത് ശരിയാണ്. ഈ കമ്പനിയുമായി വീണക്ക് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നുള്ളതാണല്ലോ വാർത്തയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ശ്രദ്ധേയമായ കേന്ദ്രം. അവരെന്നെ പറഞ്ഞു, വീണയുമായിട്ട് ഞങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ല. കമ്പനി അധികൃതർ തന്നെ ഇക്കാര്യം വ്യക്തമാക്കുകയുണ്ടായി. ഇവിടെയുള്ള കമ്പനിയുടെ പേര് എക്സലോജിക് സൊല്യൂഷൻ എന്നാണ്.
വീണയുടേതായിരുന്ന ആ കമ്പനി അതിന് എക്സലോജിക് കൺസൾട്ടിംഗ് കമ്പനിയുമായി യാതൊരു തരത്തിലുള്ള ബന്ധവുമില്ല എന്ന കാര്യം ഇപ്പോൾ ചില മാധ്യമങ്ങൾ തന്നെ ശക്തിയായിട്ട് പറയുന്ന സ്ഥിതിയുണ്ടായി. റിപ്പോർട്ടർ ചാനലിലുള്ള അരുൺകുമാർ, ഞാൻ പേരെടുത്ത് ബോധപൂർവ്വം തന്നെ പറയുകയാണ്, ഇങ്ങനെ ഒരു വാർത്ത വന്നപ്പോൾ പ്രതിപക്ഷ നേതാവിനോടും അതുപോലെ ഈ ആരോപണം ഉന്നയിച്ച വ്യക്തികൾ ഉൾക്കൊള്ളുന്ന കേരളത്തിലെ അഴിമതി ആരോപണം ഉന്നയിക്കുന്നവരോടും ചോദിച്ചു, നിങ്ങൾക്കിങ്ങനെ രണ്ട് കമ്പനികളെ സംബന്ധിച്ച് വിവരം കിട്ടിക്കഴിഞ്ഞാൽ ഇത് രണ്ടും സൊല്യൂഷനും അതുപോലെ തന്നെ കൺസൾട്ടിങ് രണ്ടും ഒന്നാണെന്ന് നിങ്ങൾ എന്തടിസ്ഥാനത്തിലാണ് വാർത്ത ചമച്ചത് എന്ന് അദ്ദേഹം ചോദിച്ചു. എക്സലോജിക് സൊല്യൂഷനും എക്സലോജിക് കൺസൾട്ടിങ് ഒരു കമ്പനിയാണ് എന്ന് നിങ്ങൾ എങ്ങനെയാണ് നിഗമനത്തിലെത്തിയത് എന്ന് അദ്ദേഹം ചോദിച്ചു. മറുപടി ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ രണ്ടും രണ്ട് കമ്പനിയാണ്, ഒരു ബന്ധമില്ലാത്ത രണ്ട് കമ്പനികളെ ചേർത്ത് കള്ളപ്രചാരവേല നടത്തി. ആ കള്ളപ്രചാരവേല പത്രത്തിൻ്റെ ഫ്രണ്ട് പേജിൽ മുന്നോട്ടേക്ക് വെച്ച് അതിനെല്ലാം ഒരു വസ്തുതാപരമായ പശ്ചാത്തലമുണ്ട് എന്ന് വരുത്താൻ മനോരമ ഉൾപ്പെടെ ശ്രമിക്കുകയും ചെയ്തു. ഇതാണ് അതിലുണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ യാഥാർത്ഥ്യം എന്താണ് എന്ന് മനസ്സിലാക്കിയിട്ടും ആ കാര്യം മൂടി വെച്ച് എന്തോ ഒരു ബന്ധം ഈ രണ്ട് കമ്പനികൾ തമ്മിലുണ്ട്, അക്കൗണ്ടുകൾ തമ്മിലുണ്ട്, കമ്പനി അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന് പറയാനുള്ള ശ്രമമാണ് പിന്നീട് മനോരമ ഉൾപ്പെടെ നടത്തിയിട്ടുള്ളത് എന്നത് യഥാർത്ഥത്തിൽ കേരളത്തിലെ പത്രപ്രവർത്തക ധർമ്മം എത്രത്തോളം വല്ലാത്ത രീതിയിൽ വക്രീകരിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണം ഞാൻ ചൂണ്ടിക്കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. എല്ലാ അർത്ഥത്തിലും കള്ളപ്രചരണങ്ങൾ നടത്തുക, ആ കള്ളപ്രചരണം വാർത്തയാക്കി ചർച്ച ചെയ്യുക, ആ ചർച്ച അടിസ്ഥാനപ്പെടുത്തിയിട്ട് എന്തെങ്കിലും ഒരു സംശയം ജനങ്ങളിൽ ഉണ്ടാക്കാനാവുമോ എന്നുള്ള ഒരു ശ്രമമാണ് കേരളത്തിലെ മാധ്യമങ്ങളിൽ നല്ല സ്വാധീനമുള്ള, ഞാൻ നേരത്തെ പേര് പറഞ്ഞ പത്രങ്ങൾ ഉൾപ്പെടെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് സത്യമാണ്. നിങ്ങൾക്കറിയാം, ഒരേ പേരിൽ എത്ര ആളുകളുണ്ടാവും? ഒരേ പേരിൽ സ്ഥലങ്ങൾ തന്നെ ഒരേ പേരിലുള്ള സ്ഥലങ്ങളുണ്ട്. നിങ്ങൾക്കറിയാം, ദുബായിൽ പ്രവർത്തിക്കുന്ന ഒരു വൻകിട കമ്പനിയുടെ പേർ പിണറായിയുടെ കമ്പനി എന്ന് സാമ്യമുള്ള കാര്യം ചൂണ്ടിക്കാണിച്ച് ഒറ്റ ദിവസം കൊണ്ട് എന്തൊക്കെ വാർത്തയാണ് ഇവിടെ സൃഷ്ടിച്ചത്. ആ കള്ളക്കഥയാണ് ഒളിഞ്ഞുപോയത്. ജനിക്കുമ്പോൾ തന്നെ തകർന്നു പോയ കള്ളമാണ് ഇന്നലെ മനോരമ റിപ്പോർട്ട് ചെയ്തതും BJP-കാരനായ ഷോൺ ജോർജ് ആവർത്തിച്ചതുമായ അബുദാബിയിലെ അക്കൗണ്ടിൻ്റെ കഥ. അത്രയേ ഞാനിപ്പോൾ അതിനെ സംബന്ധിച്ച് പറയുന്നുള്ളൂ. പണ്ട് ഇതുപോലെ നിരവധി കാര്യങ്ങൾ അവർ പറഞ്ഞിട്ടുണ്ട്. അതൊന്നും കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിനെയും അതുപോലെ തന്നെ മുഖ്യമന്ത്രിയെയും കുടുംബത്തെയും സംബന്ധിച്ച് ഒരു തെളിവും ഇന്നേ വരെ ഈ കെട്ടിപ്പൊക്കിക്കൊണ്ടുവന്ന നിരവധി കേസുമായിട്ട് ബന്ധപ്പെട്ട് ഒന്നുപോലും ഒരു തെളിവും കൊണ്ടുവരാൻ സാധിക്കാതെ വളരെ പ്രയാസപ്പെട്ട് നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഷോൺ ജോർജ് പുതുതായിട്ട് അവതരിച്ചത്. ഒരു കാര്യവും അതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാവാൻ പോകുന്നില്ല എന്ന കാര്യമാണ് പറയാനുള്ളത്.